ആദർശ് രാവിലെ ഓഫീസിലേക്ക് പോവാനായിട്ട് ഒരുങ്ങാണ് കേട്ടോ. ഈ സമയത്ത് കുറെ സ്ത്രീകൾ വീട്ടിനുള്ളിലേക്ക് കയറി വരുന്നു. അപ്പോഴേക്കും ദേവയാനി ആരാ എന്താ എന്ന് ചോദിക്കുന്നു. മുത്തശ്ശനും അത് തന്നെ ചോദിക്കാണ് കേട്ടോ. ജയൻ ചോദിക്കാണ് ആരാ എന്ത് വേണമെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ദേവയാനി ചോദിക്കാണ് എന്താ മോനെ നീ ഇവക്കുള്ള അപ്പോയിന്റ്മെന്റും കൊടുത്തിരുന്നോ? അപ്പൊ ആദർശി പറയണ ഇല്ലമ്മേ ഞാൻ ആരെയും വരാൻ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ ജയനോട് ചോദിക്കാണ് നിങ്ങളോ? ഞാനും പറഞ്ഞിട്ടില്ല. മുത്തശ്ശൻ പറഞ്ഞ ഞാനും പറഞ്ഞിട്ടില്ല. എന്താ എന്ത് വേണമെന്ന് ചോദിക്കുമ്പം അവര് പറയാണ് ഞങ്ങൾ മഹിളാ സമാജത്തിൽ നിന്ന് വരികയാണ്. ഓരോ സ്ഥലത്തെയും പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുമ്പോഴൊക്കെ അവർക്ക് സഹായമായിട്ടും താങ്ങും തണലോട്ട് വരുന്നത് ഞങ്ങളാണ് എന്ന് പറയുകയാണ്. ഇത് കേട്ട് എല്ലാവരും ഒന്ന് ഷോക്കാവുന്നിട്ടോ. ദേവേനെ ഓർക്കുകയാണ് ഈശ്വര തലേ ദിവസം ഇവിടെ രാത്രിയിൽ ഇറക്കിയിട്ടവരും എല്ലാരും അറിഞ്ഞു കാണുമോ? ഇനി ആ പ്രശ്നത്തിനായിരിക്കോ വന്നത്? അങ്ങനാണെങ്കിൽ ഈ അനന്തപുരി തറവാടിന്റെ പേരും മഹിമയും എല്ലാം ഇവള് കാരണം പോകുമല്ലോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കാണ്. ഇതേ സമയത്ത് തന്നെ ആദർശ് ആലോചിക്കാണ് ഈശ്വര ഇവളെങ്ങാനും പറഞ്ഞു കാണോ? അങ്ങനാണെങ്കിൽ എല്ലാം കഴിഞ്ഞു, ഇതോടെ എല്ലാം അവസാനിക്കും. നയനിപ്പോ മനസ്സിൽ പറയാണ് നിങ്ങൾ പേടിക്കണ്ട, ഞാൻ ആരോടും ഒന്നും വിളിച്ചു പറഞ്ഞിട്ടില്ല. അപ്പോഴേക്കും അവര് പറയാണ് എന്താ സാർ ഞങ്ങളെ ഒന്ന് ക്ഷണിക്കുന്നില്ലേ? അയ്യോ കയറി വാ, അകത്തേക്ക് വരുമെന്ന് മൂർത്തി പറയുമ്പോ അവരകത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയുന്നു ഈ ബൊക്കയും പൂമാലയൊക്കെ ആദർശ സാറിന് കൊടുക്കാൻ വന്നതാണെന്ന് പറയുമ്പം എല്ലാരും ഒന്ന് ഞെട്ടി നിൽക്കാണ്. എന്തിനായിരിക്കും ഇതൊന്ന് ആലോചിച്ചുകൊണ്ട്. അപ്പോഴേക്കും അവര് പറയാണ് വേറൊന്നുമല്ല, ഈ അടുത്ത കാലത്ത് ഒരു വീഡിയോ വൈറലായിരുന്നല്ലോ. ആദ്യം ഈ വീട്ടിലെ മരുമകൾ ചെളിയിൽ ചവിട്ടുന്ന വീഡിയോയും അതിന് പിന്നാലെ ആ മരുമകൾ എല്ലാവരുടെ സപ്പോർട്ടോടു കൂടിയും ഫാഷന് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയും അതിന്റെ പുറകെ തന്നെ ആനന്ദപുരി തറവാട്ടിലെ ഇളം തലമുറക്കാരനായ ആദർശും ഭാര്യയും കൂടെ കൂടിയിട്ട് ചെളിയിൽ ചവിട്ടുന്ന എല്ലാം വീഡിയോ വഴി വൈറലായിരുന്നല്ലോ. അത് കണ്ടപ്പോ ഞങ്ങക്ക് മനസ്സിലായി ഈ വീട്ടിലെ ആണിക്കല്ല് മൂർത്തി സാറിന്റെ കൊച്ചുമക്കൾ എത്രത്തോളം നല്ല മനസ്സുള്ളവരാണെന്നും വന്ന കാര്യം മരുമക്കളെല്ലാം തന്നെ വലിയ മനസ്സിനുടമകളാണെന്നും. ഇന്നത്തെ കാലത്ത് ഒരു പെൺകുട്ടി ഒരുപാട് പീഡനങ്ങൾ ഭർത്തൃ വീട്ടിൽ നിന്നും അനുഭവിക്കുന്നുണ്ട്. സ്വന്തം വീട്ടിൽ രാജകുമാരിയെ പോലെ ജീവിച്ച് ഭർത്താവിന്റെ വീട്ടിൽ വന്ന് അടിമകളെ പോലെ പണി ചെയ്തും ഭർത്താവിന്റെയും അമ്മായിമ്മയുടെയും അവരുടെ എല്ലാവരുടെയും കുത്തുവാക്കുകളും അടിയും ബഹളവും ഒക്കെ കൊണ്ട് ഓരോ പെൺകുട്ടികളും ആത്മഹത്യ ചെയ്യാണ്. അങ്ങനെ ഓരോ വീട്ടിലും ഞങ്ങൾ ഓരോ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്താണ് ഇതുപോലൊരു ന്യൂസ് പുറത്തേക്ക് വരുന്നത്. അതെന്തായാലും തന്നെ പുറം ലോകം അറിയണം. ഇത് ഒരുപാട് വീട്ടമ്മമാർക്കും മരുമക്കളെ ഉപദ്രവിക്കുന്ന അമ്മായിമാർക്കൊക്കെ ഒരു പാഠമാകണം. അതുപോലെ തന്നെ ആദർശ സാർ ചെയ്ത ഈ ഒരു നന്മയും ആദർശ സാറിന്റെ മനസ്സിലുള്ള ആ ഒരു കളങ്കമില്ലാത്ത മനസ്സൊക്കെ ഈ ലോകം മുഴുവനും അറിയണം എന്ന് പറഞ്ഞിട്ട് അവർ പൊന്നാടി അണിയിക്കാൻ പോകുമ്പം അയ്യോ എനിക്ക് സമയമില്ല, എനിക്ക് ഓഫീസിലേക്ക് പോകണമെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ പറയാണ് എന്റെ ഓഫീസ് ഉച്ച കഴിഞ്ഞിട്ട് പോയാൽ മതി, ഞാൻ അവരെ വിളിച്ചു പറഞ്ഞോളാം, നീ മര്യാദയ്ക്ക് അവര് വന്നത് നിന്നെ കാണാനില്ലേ അത് അറ്റൻഡ് ചെയ്യാൻ നോക്ക് എന്ന് പറയുമ്പോഴേക്കും ആദർശ് വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിൽക്കാറുണ്ടോ. കാരണം ആദർശിന്റെ മനസ്സിലും ദേവിയുടെ മനസ്സിലൊക്കെ കുറ്റബോധമാണ്. എന്താണെങ്കിലും അവർ ചെയ്തത് നയനോട് മോശം കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു ഇതൊന്നും സ്വീകരിക്കാൻ തന്നെ അവരൊന്നും തയ്യാറാകുന്നില്ല. അവർക്ക് ആകെപ്പാടെ ചമ്മലായിട്ട് അവരിങ്ങനെ നിൽക്കാനുണ്ടോ. ഈ സമയത്ത് അവരിങ്ങനെ പൊന്നാടി അണിയിക്കുകയാണ് ആദർശിനെ. എന്നിട്ട് ബൊക്കയും കൊടുക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ വീഡിയോ ആ കൂട്ടത്തിലുള്ള ഒരു പെണ്ണ് തന്നെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് മുമ്പിലോട്ട് വന്നിട്ട് അതിനകത്ത് പ്രസിഡന്റ് പറയാണ് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയുണ്ട്. മൂർത്തീസ് ജ്വല്ലറിയുടെ ഇളം തലമുറക്കാരനായ ആദർശിന്റെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്, അതായത് അനന്തപുരി തറവാട്ടില്. അത്യധികം സന്തോഷവും വൈറലായൊരു വീഡിയോ ഈയിടെ കഴിഞ്ഞിടെ വൈറലായിരുന്നല്ലോ, അതെല്ലാരും കണ്ടു കാണുമല്ലോ. ആ വീഡിയോയില് ആദർശും ആദർശിന്റെ ഭാര്യയും കൂടി ചെളിയിൽ ചവിട്ട് പ്രതിമകൾ ഉണ്ടാക്കുന്നത് നമ്മളെല്ലാം കണ്ടു. ഒരു കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയെ ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു തറവാട് മറ്റെവിടെയാണ് ഉണ്ടാവുക? ഇതെല്ലാവർക്കും ഒരു പാഠമായിരിക്കണം. അത് മാത്രമല്ല ഈ പെൺകുട്ടിയുടെ അമ്മായിമ്മയും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭർത്താവും അമ്മായിമ്മയും അവളുടെ ഇടവും ബലം സപ്പോർട്ട് ചെയ്യുന്നതാണ് അവർക്ക് ആ പാഷനൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇങ്ങനെ എല്ലാവരും ആയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ നാട്ടിൽ പീഡനങ്ങളോ ആത്മഹത്യ ഒന്നും ഉണ്ടാകില്ലായിരുന്നു എന്നൊക്കെ ആ സ്ത്രീ പ്രസംഗിക്കുന്ന കേൾക്കുമ്പോഴേക്കും ദേവേനെ ആലോചിക്കുകയാണ് ഈശ്വര ഈ ഭൂമി പിളർന്നങ്ങ് താഴേക്ക് പോയാൽ മതിയായിരുന്നു എന്ന് ദേവേനെ ആലോചിക്കുന്നു. ഇത് കണ്ട മുത്തശ്ശനും മുത്തശ്ശിയും ആനയൊക്കെ നിന്ന് ചിരിക്കാൻ കേട്ടോ. കാരണം ദേവേനിക്കും ആദർശനും ഇതുപോലെ അടി വേറെ കിട്ടാനില്ലല്ലോ. അവരിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. ഈ സമയത്ത് ഇവരിങ്ങനെ ചിരിച്ചോണ്ട് അങ്ങനെ ബൊക്കെ മാലയൊക്കെ കൊടുത്തിട്ട് ഇവരെല്ലാം അങ്ങ് പോവാണ് കേട്ടോ. എല്ലാവർക്കും കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞിട്ട് അവര് പോയ പുറകെ തന്നെ മുത്തശ്ശനൊക്കെ നന്നായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ദേവേനിക്ക് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ തന്നെ കളിയാക്കി ചിരിക്കുന്നതാണെന്ന്. അങ്ങനെ ആദർശ് ഞാനെങ്കില് പോട്ടെ അച്ഛാന്ന് പറയുമ്പം എങ്ങോട്ട് പോകാൻ, ഇനി നയനമോൾ ഉണ്ടാക്കിയ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മോൻ പോയാൽ മതി, വൈകിട്ടത്തേനാക്കിയുള്ള മീറ്റിംഗ് എന്ന് പറയണം. ഇതേ സമയത്ത് മുത്തശ്ശൻ വന്നിട്ട് പറയാണ് കണ്ടില്ല ദേവിയാണി ഇവളിപ്പം ഈ വീട്ടിലേക്ക് കൊണ്ടുതന്ന പെരുമ, നീയല്ലേ പറഞ്ഞത് ഇവളീ വീടിന്റെ ഐശ്വര്യക്കടാണെന്ന്. ആര് പറഞ്ഞു? നയനമോൾ ഈ വീട്ടിൽ കാലുകുത്തതിനു ശേഷം എത്ര വലിയ ഓർഡറുകളാ നമുക്ക് വന്നേക്കെന്ന് അറിയാവോ? അതിൽ 2 തന്നെ നയനമോൾ ഡിസൈൻ ചെയ്ത് കൊടുത്തുകൊണ്ട് മാത്രം നമുക്ക് കിട്ടിയ ഓർഡേഴ്സാ.
മോള് വന്നേ പിന്നെ എത്രയൊക്കെ പ്രശസ്തികളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്നൊക്കെ മുത്തശ്ശൻ പറയാണ്. നീ അതൊന്നും അംഗീകരിക്കില്ല എന്ന് പറയുമ്പോൾ ദേവേനി പറയാണ്, അതെ, ഒരിക്കലും ഞാൻ എന്നെ അംഗീകരിക്കില്ല, എന്റെ മകന്റെ ഭാര്യയായിട്ട് ഒട്ടും അംഗീകരിക്കില്ല എന്ന് ദേവയാനി ഇങ്ങനെ കർക്കശമായിട്ട് പറയാൻ കേട്ടോ. അങ്ങനെ മുത്തശ്ശൻ പറയാണ്, സാരമില്ല, നീ 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 അവളെ അംഗീകരിക്കണ്ട. അപ്പോഴേക്കും നയനയോട് മുത്തശ്ശൻ ചോദിക്കുകയാണ്, മോക്ക് എന്താ വേണ്ടേ? ഈ മുത്തശ്ശൻ മോക്ക് ഒരു സമ്മാനം തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, എന്ത് സമ്മാനം വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴേക്കും, മുത്തശ്ശ, എനിക്ക് പണവോ സ്വർണവോ അതുപോലെ ഡ്രസ്സുകളോടോ ഒന്നും ആഗ്രഹം തോന്നിയിട്ടില്ല. ഈ വീട്ടിലുള്ള ആരും തന്നെ അമ്മ പറഞ്ഞിട്ട് എന്നോട് മിണ്ടുന്നില്ലായിരുന്നല്ലോ. മുത്തശ്ശൻ പറഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരും മിണ്ടാൻ തുടങ്ങി. പക്ഷെ അമ്മ മാത്രം ഇതുവരെ എന്നോട് മിണ്ടിയില്ല. അമ്മ മിണ്ടാത്തത് കാരണം എന്റെ ഹൃദയം കീറി മുറിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അത് മാത്രം എനിക്ക് മതിയാ മുത്തശ്ശ എന്ന് പറയുമ്പോഴേക്കും മൂർത്തി പറയാണ്, കേട്ടില്ല ദേവയാനി, അവളുടെ മനസ്സ്. അവൾ എപ്പോഴും എന്താ ആവശ്യപ്പെട്ടത്? നീ അവളോട് മിണ്ടണമെന്നല്ലേ? നിനക്ക് മിണ്ടിയാൽ എന്താ കുഴപ്പം? നീ മിണ്ടെന്ന് വെച്ചാൽ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോവോ? ഇത്രയ്ക്കും അഹങ്കാരിയായ ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്ര നാളും എന്റെ മരുമകൾക്ക് ഈ അനുഭവത്തോട് നോക്കാനുള്ള കപ്പാസിറ്റിയും അവക്ക് അതിനുള്ള ക്ഷമയും തന്റെ ഒക്കെ ഉണ്ടെന്ന് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അതൊന്നും ഇല്ലാത്ത ഒരാളുടെ കയ്യിലാണ് ഞാൻ ഈ അനന്തപുര തറവാടിന്റെ അധികാരം ഏൽപ്പിച്ചിരിക്കുന്നതെന്ന്. അപ്പോഴേക്കും ദേവൻ ഇങ്ങനെ ദേഷ്യപ്പെട്ട് എല്ലാവരും നോയിക്കൊണ്ട് നിൽക്കാൻ കേട്ടോ. എന്നിട്ട് പറയാണ്, ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവളെ മിണ്ടാൻ പോകുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞിട്ട് ദേവന് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും ആദർശിന്റെ അച്ഛൻ പറയാണ്, അതൊന്നും ആരും കാര്യാക്കണ്ട, അവക്ക് കുറച്ച് അഹങ്കാരം തലക്കി പിടിച്ചിരിക്കുക, അതൊക്കെ പതിയെ ഇറങ്ങിക്കോളും. ഇപ്പോ അവക്ക് നയനമോളെ എല്ലാരും അംഗീകരിച്ചതിന്റെ ആ ഒരു ജലസ്യ, അവക്കത് സഹിക്കാൻ കഴിയാത്തതാ, അതൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് ജയൻ പറയുന്നു. അപ്പൊ തന്റെ അമ്മേനെ കുറിച്ച് എല്ലാരും കുറ്റം പറഞ്ഞ കേട്ടിട്ട് ആദർശം സഹിക്കുന്നില്ല കേട്ടോ. ആദർശ് പറയണ, അച്ഛൻ ഞാൻ ഓഫീസിലേക്ക് പോട്ടെന്ന് ചോദിക്കുമ്പോ, ഞാൻ പറഞ്ഞാലും നിന്നോട് പോണ്ടാന്ന്, മര്യാദക്ക് ഇവിടെ തന്നെ നിൽക്കാൻ നോക്ക് എന്ന് ജയൻ പറയുന്നു. അപ്പോഴേക്ക് ആദർശ് ഓർക്കാണ്, ഈശ്വര, അമ്മയെ ഇങ്ങനെ എല്ലാരും കുറ്റം പറഞ്ഞ് കേട്ട് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതിന്റെ പേരിൽ ഞാൻ നയനെ എന്തെങ്കിലും പറഞ്ഞു പോകും, അത് പിന്നെ വലിയൊരു ഇഷ്യൂ ആകും. എങ്ങനെയും ഒന്ന് എസ്കേപ്പ് ആകാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയാൻ കേട്ടോ. എന്നിട്ട് ആ നയന ഭക്ഷണം വിളമ്പ് എന്ന് പറഞ്ഞിട്ട് ആദർശ് വിഷയം മാറ്റാൻ കേട്ടോ. അങ്ങനെ നയന ആദർശ് ചോദിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയി ഭക്ഷണമൊക്കെ വിളമ്പി വെക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഈ കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തിരിക്കുകയാണ് കേട്ടോ. മുത്തശ്ശി പറയാണ്, എന്തായാലും ഈ വാർത്ത ന്യൂസ് പേപ്പറിലൊക്കെ വരും, അത് നമ്മുടെ കമ്പനിക്കും നല്ല ഉപകാരമായിരിക്കും. കാരണം ഇത്ര നല്ല ഈ തറവാട്ടില് ഒരു മരുമകളെ പീഡിപ്പിച്ചെന്ന് പുറലോകം അറിഞ്ഞ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. അന്ന് രാത്രിയില് ഇവൻ മഴയെ തിറക്കി വിട്ടതോ ദേവേരി ഇവളോട് ചെയ്യുന്ന കാര്യങ്ങളെങ്ങാനും ആരെങ്കിലും അറിഞ്ഞാൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതിലും ഇതായിട്ട് ഇവിടെ ഇപ്പൊ നടന്ന സംഭവങ്ങള് പുറലോകം പറയുമ്പം എന്തുമാത്രം പ്രശസ്തിയായിരിക്കും ഉണ്ടാവുക. അത് മാത്രമല്ല ഓരോ വീട്ടുകാരും ആലോചിക്കും, നമ്മൾ അങ്ങനെ ചെയ്തില്ലെന്ന് ആലോചിച്ച് എത്ര അമ്മായിമ്മമാര് മാറ്റമുണ്ടാവുമെന്നറിയാവോ. എങ്കിലും ദേവേനിക്ക് മാത്രം യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് മുത്തശ്ശിനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും ഇതുപോലുള്ള വരാനിരിക്കുന്ന എപ്പിസോഡ്സ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് 2 ദിവസത്തിനുള്ളിൽ വരാനിരിക്കുന്നതാണ്. ഇതുപോലുള്ള അപ്കമിംഗ് ആയിട്ടുള്ള റിവ്യൂസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.